Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. परमेश्वर के नाम को महिमा मिले. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസം വിശുദ്ധ ആരാധനയോടുള്ള ബന്ധത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. आज ये पवित्र दिन, इस पवित्र आराधना में आप लोगों के साथ होने के लिए जो मौका परमेश्वर ने दिया उससे मैं बहुत आनंदित हूँ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും എല്ലാം മറന്ന് കർത്താവിനെ ആരാധിപ്പാനും ലഭ്യമായ വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. आज सुबह का समय सब कुछ भूल करके परमेश्वर की आराधना करने के लिए और परमेश्वर के नाम को ऊंचा करने के लिए एक साथ हमें जो मौका मिला, प्रभु की स्तुति हो. ഹല്ലേലൂയ. हालेलुया. കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്ന ബഹുമാന്യ ദിവദാസൻ പാസ്റ്റർ വിൻസെന്റ് ഭാസ്കരൻ അവറുകൾ, इस कलीसिया के प्रिय पासवान കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സോണി വിൻസെന്റ്, प्रभु की दासी, അദ്ദേഹത്തിൻ്റെ ദാനമായി കൊടുത്ത പ്രിയ കുഞ്ഞുങ്ങൾ, उनके बच्चे, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഇമ്മാനുവേൽ അവറുകൾ, प्रभु के दास पास्टर इमानुएल, കർത്താവിൻ്റെ ദാസി ജോയമ്മ ഇമ്മാനുവേൽ, प्रभु की दासी है सिस्टर जोयमा പ്രിയ ദൈവദാസന്റെ പ്രിയ മോള്, और उनकी बेटी है. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും यहाँ पर उपस्थित हरेक परमेश्वर के संतानों को ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ പ്രത്യേകാലുള്ള വന്ദനമരുളുകയാണ്. मेरे हृदय के गहराई से मैं आपको यीशु मसीह के नाम से नमस्कार कहता हूँ. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलूया. അല്പസമയം നമുക്ക് വചനധ്യാനത്തിന് വേണ്ടി തിരുവെഴുത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. थोड़ा समय परमेश्वर का वचन का मनन के लिए हम वचन की ओर फिरे. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം याकूब की पत्री उसका दूसरा अध्याय 22-ാമത് വാക്യം. उसका 22वां वचन. ഹല്ലേലൂയ. कोई भी पढ़िएगा. याकूब की पत्री दूसरा अध्याय उसका 22वां पद. तूने देख लिया कि विश्वास ने उसके कामों के साथ मिलकर प्रभाव डाला है और कर्मों से विश्वास सिद्ध हुआ. ഹല്ലേലൂയ. हालेलुया. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस आशीषमय वचन के लिए प्रभु की स्तुति हो. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് बाइबल विद्वानों के मत के मुताबिक അപ്പോസ്തലന്മാരെല്ലാം ഓരോ അപരനാമങ്ങളിൽ അറിയപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. प्रेरित लोग दूसरे उनके नाम से भी जाना जाते थे. യോഹന്നാൻ എന്ന് പറയുന്ന ഈ അപ്പോസ്തലനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് വിശേഷിപ്പിക്കുവാൻ ഇടയാകുന്നത്. यूहन्ना जिसके बारे में उस प्रेरित के बारे में हम कहते हैं वो प्रेम का प्रेरित है. പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് വേദപണ്ഡിതന്മാർ വിവക്ഷിക്കുന്നത്. पौलुस के बारे में बाइबल विद्वान कहते हैं वो अन्य जातियों का प्रेरित है. പത്രോസിനെ പ്രത്യാശയുടെ അപ്പോസ്തലനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. पत्रस के बारे में वो आशा का प्रेरित के रूप में जाना जाता है. എന്നാൽ യാക്കോബിനെ പ്രാർത്ഥനയുടെ അപ്പോസ്തലനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. पर याकूब के बारे में जब हम पढ़ते हैं वो प्रार्थना का प्रेरित के रूप में विद्वान कहते हैं. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ട് എന്നുള്ളത് യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. याकूब अपना पत्री से हमें यह बताया है कि प्रार्थना का उत्तर मिलता है. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവസലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ഫലമുണ്ടാകുവാൻ ഇടയാകും. आज परमेश्वर की उपस्थिति में बैठने वाले परमेश्वर के जनों से मैं ये कहना चाहता हूँ, बाइबल में लिखा है तो प्रार्थना का उत्तर मिलेगा, तो उत्तर जरूर मिलेगा. ഹല്ലേലൂയ. हालेलुया. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അവർ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. प्रार्थना का उत्तर मिलने के लिए जितने लोगों के मन में विश्वास है वो लोग हृदय के गहराई से परमेश्वर की स्तुति करें. ഹല്ലേലൂയ. हालेलुया. നാം ഇവിടെ വായിക്കപ്പെട്ട വേദഭാഗം ഇപ്രകാരമാണ്: അവന്റെ പ്രവൃത്തിയിൽ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നിങ്ങൾ കാണുന്നുവല്ലോ. यहाँ पर हम इस प्रकार पढ़ लिया है, तूने देख लिया कि विश्वास ने उसके कामों के साथ मिलकर प्रभाव डाला है और कर्मों से विश्वास सिद्ध हुआ. അല്പസമയം നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, थोड़ा समय हम मनन करने के लिए सोचते हैं. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമാക്കി മാറ്റുക. कर्मों से विश्वास को कैसे सिद्ध करना है. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമാക്കി മാറ്റുക. एक और बार
कहना चाहता हूं, कर्मों से विश्वास को कैसे सिद्ध कर सकते हैं। ഹല്ലേലൂയ. हालेलुया। പലപ്പോഴും ഞങ്ങൾ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ कई बार हम परमेश्वर के सेवक लोग वचन का मनादी करने का समय ആവർത്തിച്ച് പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. बार बार कहने वाले कुछ शब्द हैं। അതിനകത്ത് അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന്, अभिषेक के बारे में हम बातें करते हैं। ദൈവകൃപ വ്യാപരിക്കട്ടെ, परमेश्वर का अनुग्रह आता है, ദൈവശക്തി വ്യാപരിക്കട്ടെ परमेश्वर का शक्ति इस प्रकार എന്നൊക്കെ ആവർത്തിച്ച് പറയാറുണ്ട്. इस प्रकार के शब्दों को बार बार कहते हैं। എന്നാൽ വിശ്വാസം വ്യാപരിക്കട്ടെ എന്ന് അധികം ആരും പറയാറില്ല. पर अधिकांश लोग इस प्रकार नहीं कहते कि विश्वास का कार्य हो जाए। ഹല്ലേലൂയ. हालेलुया। എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, आज सुबह का समय मैं आपसे कहना चाहता हूँ, അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുന്നത് പോലെ തന്നെ अभिषेक हमारे जीवन में किस प्रकार कार्य करता है, ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നത് പോലെ തന്നെ परमेश्वर के अनुग्रह किस प्रकार हम पर काम करता है भाई साहब, ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് പോലെ തന്നെ परमेश्वर का सामर्थ्य जिस प्रकार हम में काम करता है भाई साहब, വിശ്വാസവും നമ്മിൽ വ്യാപരിക്കുവാൻ ഇടയാകണം. विश्वास भी हमारे जीवन में कार्य करना है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ള ദൈവമക്കൾക്കും വിശ്വാസമുണ്ട് എന്ന് എനിക്കറിയാം. यहाँ पर बैठने वाले हर एक परमेश्वर के जन के पास विश्वास है, मुझे मालूम है। വിശ്വാസത്തിൽ നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ടാകാം. हमारा जो विश्वास है उसका नाप अलग अलग है, എന്നാൽ എല്ലാവരിൽ വിശ്വാസമുണ്ട്. पर सबके पास विश्वास है। ആരെങ്കിലും ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ പറയുന്ന ആളിന്റെ കാര്യം പോക്കായിരിക്കും. यदि कि हम में से किसी को खड़ा करके विश्वास आपके पास विश्वास नहीं है तो बोलेगा, बोलने वाले का तो फिर पूछने का जरूरत नहीं है क्या हो जाएगा। ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാം വിശ്വാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്നവരും അവകാശപ്പെടുന്നവരുമാണ്. उसका कारण यह है कि हम सब लोग इस बात पर गर्व करते हैं कि मेरे पास विश्वास है। നമുക്കുണ്ടെന്ന് നാം അവകാശപ്പെടുന്ന വിശ്വാസം, നമുക്കുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നാൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. यदि हम कहते हैं मेरे पास विश्वास है, उस विश्वास को ऐसा ही रखे तो उससे कोई लाभ होने वाला नहीं है। ഉണ്ടെന്ന് പറയുന്ന വിശ്വാസം പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിച്ച് പ്രവൃത്തിയാൽ ആ വിശ്വാസത്തെ പൂർണ്ണമാക്കുമ്പോഴാണ് അതിനപ്പുറത്തു ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച മഹത്തായ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. हमारे पास यदि विश्वास है तो उस विश्वास को कर्म में हम प्रयोग में जब लाएंगे, उसको सिद्धता में हम लाएंगे, तभी परमेश्वर हमारे लिए जो कार्य रखा है वहां पर हम पहुंच सकते हैं। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, मैं आपसे ये पूछना चाहता हूँ, വിശ്വാസത്തെ കാണുവാൻ കഴിയുമോ? क्या विश्वास को हम देख सकते हैं? വിശ്വാസത്തെ കാണുവാൻ കഴിയുമോ? क्या विश्वास को हम देख सकते हैं? കാണുവാൻ കഴിയുമോ? യെസ് ഓർ നോ? क्या विश्वास को देख सकते हैं? आपका उत्तर क्या है, हाँ है या ना है? നോ. 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 ഓക്കെ. എല്ലാവരും പറഞ്ഞത് കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. आप में से ज्यादा लोगों ने बोला विश्वास को देख नहीं सकते। ഇനി നിങ്ങൾ എല്ലാവരും കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞാലും यदि आप सब लोग बोलते हैं देख नहीं पाएंगे, ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വാസത്തെ കാണുവാൻ കഴിയും. मैं आपसे कहना चाहता हूं विश्वास को हम देख सकते हैं। വിശുദ്ധ ബൈബിൾ തന്നെ ഇങ്ങനെ പറയുന്നു, बाइबल में इस प्रकार लिखा हुआ है, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, यीशु मसीह ने उनका विश्वास को देखकर, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, यीशु मसीह ने उनका विश्वास को देखकर, അപ്പൊ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന വിശ്വാസത്തെ आपके पास जो विश्वास है आप यदि उसको मानते हैं, മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ അതിനെ വെളിപ്പെടുത്തുവാൻ ഇടയാകണം. दूसरों को दिखाई देने वाले स्थिति में आपको उसको प्रकट करना है। ഹല്ലേലൂയ. हालेलुया। നമ്മൾ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് പറയാറുണ്ട് ആ വ്യക്തിക്ക് ഒരു വിശ്വാസവും ഇല്ലെന്ന്. कई बार हम साथ में बैठने वाले व्यक्ति को देखकर कहते हैं उनके पास कोई विश्वास नहीं है। അതേ നാക്കുകൊണ്ട് തന്നെ മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട് ആ വ്യക്തിക്ക് എന്തൊരു വിശ്വാസമാണെന്ന്. उसी जुबान से हम दूसरे व्यक्ति को देखकर भी कहते हैं उनके पास कितना बड़ा विश्वास है।
ഒരാളെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു വിശ്വാസമില്ലെന്ന്, एक व्यक्ति को देखकर हम कहते हैं कि उनके पास विश्वास नहीं है, മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടെന്ന്. दूसरा व्यक्ति को देखकर के हमने कहा उनके पास बड़ा विश्वास है. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം ഉണ്ടെന്നും ഇല്ലെന്നും നമ്മൾ പറഞ്ഞത്? किस बात के आधार पर हमने कहा है विश्वास है या नहीं है? ആ വ്യക്തിയുടെ ആരോഗ്യം കണ്ടിട്ടല്ലല്ലോ, उस व्यक्ति का तंदुरुस्ती को देखकर नहीं, ആ വ്യക്തിയുടെ പൊക്കം കൂടുതൽ ഉള്ളത് കൊണ്ടോ കുറവുള്ളത് കൊണ്ടോ അല്ലല്ലോ, उस व्यक्ति कितना ऊंचा है नाटा है वो देखकर नहीं. പിന്നെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞത്? फिर हम किस बात के आधार पर कहा है कि उनके पास विश्वास है या नहीं है? ഹല്ലേലൂയ. हालेलुया. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്? किस बात के आधार पर हमने कहा? ആ വ്യക്തി വെളിപ്പെടുത്തിയ പ്രവൃത്തി കണ്ടിട്ടാണ് വിശ്വാസം ഉണ്ടെന്നും ഇല്ലെന്നും നമ്മൾ പറഞ്ഞത്. उस व्यक्ति के द्वारा जो कार्य प्रकट हुआ है उस कार्य को देखकर हमने कहा विश्वास है या नहीं है. ഹല്ലേലൂയ. हालेलुया. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ഉണ്ടെന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ നിങ്ങൾ പ്രവൃത്തി കൊണ്ടത് തെളിയിക്കുവാനിടയാകണം. इसके अंदर बैठे हुए परमेश्वर के जनों से मैं कहना चाहता हूं, दूसरे लोग कहने का लायक अपना विश्वास को प्रकट करो कि वो कहे आपके पास विश्वास है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽ എത്ര പേർ തീരുമാനിക്കും എനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന വിശ്വാസത്തെ ഞാൻ പ്രവൃത്തി കൊണ്ട് പൂർണ്ണമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്? आज कितने लोग इस बात का निर्णय लेंगे, मैं तो कहता हूं मेरे पास विश्वास है पर उस विश्वास को मैं अपने कर्मों से सिद्ध करूंगा. ഹല്ലേലൂയ. हालेलुया. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിലധികം കഴിഞ്ഞു നമ്മുടെ ഈ ആരാധന ആരംഭിച്ചിട്ട്. हमारे आराधना का शुरुआत होकर के 1 घंटे से अधिक समय बीत गया. നിങ്ങൾ ഇരിക്കുന്ന ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ അധികം സമയങ്ങളായി. आप लोग अपना कुर्सी पर बैठते हुए कुछ समय हो गया. കുറഞ്ഞ പക്ഷം 10 മണി വരെയെങ്കിലും നിങ്ങൾ ആ ചെയറിൽ ഇരിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കും. और कम से कम 10 बजे तक तो आप उस कुर्सी पर बैठे रहेंगे. ഇത്രയും സമയം നിങ്ങൾ ഇരിക്കാൻ ധൈര്യം കാണിച്ചത് എന്തുകൊണ്ടാണ്? इतना समय बैठने के लिए आपने हिम्मत क्यों किया? നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ആ കസേരയുടെ കാൽ ഒടിയത്തില്ല എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ? आप कितने भी वजनदार व्यक्ति क्यों न हो तब भी वो कुर्सी के पैरों को इतना क्षमता है कि आपका वजन को थामने का वो विश्वास आप करते गए. इसलिए ഹല്ലേലൂയ. हालेलुया. ഇവിടെ വളരെ സ്പീഡിൽ കറങ്ങുന്ന ഈ മനോഹരമായ ഫാൻ, यहाँ पर इतने खूबसूरत तरीके से ये पंखा घूम रहे हैं. ഇത് അല്പം കൂടെ സ്പീഡിൽ കറങ്ങിയാൽ പോലും ഇതിന്റെ ലീഫ് അടിഞ്ഞ് താഴോട്ട് വീടില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇതിന്റെ കീഴിൽ ഇരിക്കാൻ നിങ്ങൾ തയ്യാറായത്? ये यदि और तेजी से भी घूमे तब भी इसके पंखुड़ी टूट करके गिर नहीं जाएंगे. ये विश्वास होने का वजह से आप उसके नीचे बैठने के लिए तैयार हो गए. നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ചെയറിന്റെ കാൽ ഒടിയത്തില്ലെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, यदि आपके कुर्सी का पैर नहीं टूटेंगे वो विश्वास करते हुए आप यदि उसमें बैठते हैं तो എത്ര വളരെ സ്പീഡിൽ കറങ്ങിയാലും ഈ ഫാനിന്റെ ലീഫ് അടിഞ്ഞ് താഴോട്ട് വീടില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, जितने तेजी से ये पंखा घूमे तब भी उसके पंखुड़ी टूट करके आपके ऊपर नहीं गिरेंगे ये विश्वास है तो ആ വിശ്വാസത്തെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ തെളിയിക്കാൻ തയ്യാറായതുപോലെ ओ विश्वास को आप अपने कर्मों के द्वारा यहाँ पर प्रकट करने के लिए तैयार हो गया. उसी प्रकार ആ വിശ്വാസം നിങ്ങളുടെ പ്രവൃത്തിയിൽ വ്യാപരിപ്പിച്ച് പ്രവൃത്തിയാൽ ആ വിശ്വാസത്തെ നിങ്ങൾ പൂർണ്ണമാക്കി മാറ്റിയതുപോലെ उस विश्वास को अपने कर्मों के द्वारा प्रकट करके उसको आपने सिद्ध कर दिया. उस प्रकार ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു, ഞാൻ ആരാധിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ മതിയായവനാണെന്ന്? मैं जिस परमेश्वर की आराधना करता हूँ वो परमेश्वर मेरी जिंदगी का हर समस्या का समाधान करने के लिए सामर्थी है. ഹല്ലേലൂയ. हालेलुया. ആ വിശ്വാസം ഇന്ന് പകൽ പ്രവൃത്തിയിൽ വ്യാപരിപ്പിച്ച് പ്രവൃത്തിയാൽ നിങ്ങൾ പൂർണ്ണമാക്കി മാറ്റുവാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. यदि वो विश्वास को अपने कर्मों के द्वारा आप सिद्ध करने के लिए तैयार हो जाएंगे तो आपके जीवन में अद्भुत कार्य परमेश्वर करेंगे. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പ്രവൃത്തിയാൽ പൂർണ്ണമാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാനിടയാകും. आपका विश्वास को आपका कर्मों के द्वारा सिद्ध करने के लिए आप तैयार हो जाएंगे तो
चिन्ह और चमत्कार आपके सामने प्रकट होंगे। ഹല്ലേലൂയ. हालेलुया। പ്രവൃത്തിയിൽ വിശ്വാസം വ്യാപരിപ്പിച്ച് आपके कर्मों में विश्वास को सिद्ध करके പ്രവൃത്തിയാൽ വിശ്വാസത്തെ പൂർണ്ണമാക്കി മാറ്റിയ आपके कर्मों के द्वारा विश्वास को सिद्ध किया हुआ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. एक व्यक्ति को आपके सामने लाने के लिए मैं चाहता हूं। മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാമത് വാക്യം. मरकुस के सुसमाचार 5वां अध्याय उसका 32वां वचन, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, वहां पर इस प्रकार लिखा है, അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. तब उसने उसे देखने के लिए जिसने ये काम किया था चारों ओर दृष्टि की। അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. तब उसने उसे देखने के लिए जिसने ये काम किया था चारों ओर दृष्टि की। വാക്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, वचन के अनुसार मैं इस प्रकार कहना चाहता हूं, ഇവിടെ അവൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? यहां पर उससे किसके बारे में कहते हैं? അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ചാണ്. हमारा प्रभु यीशु मसीह के बारे में। കർത്താവ് അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. प्रभु यीशु मसीह उस व्यक्ति को चारों तरफ दृष्टि करके देखा जिसने ये काम को किया। എന്ത് ചെയ്തവളെ കാണാനാണ് യേശു നോക്കുവാൻ ഇടയായത്? किस बात को जिसने किया उसको देख, किस कार्य को किया हुआ व्यक्ति को यीशु देखने के लिए चाहा। വിശ്വാസം പ്രവൃത്തിയിൽ വ്യാപരിപ്പിച്ച് പ്രവൃത്തിയാൽ വിശ്വാസത്തെ പൂർണ്ണമാക്കിയവളെ കാണാൻ യേശു നോക്കുവാൻ ഇടയായി. ऐसा एक व्यक्ति को यीशु ढूंढने लगा जिसने अपना विश्वास को कर्मों के द्वारा सिद्ध किया है। ഹല്ലേലൂയ. हालेलुया। അന്ന് യേശു ആ സ്ത്രീയെ നോക്കിയതുപോലെ उस दिन यीशु मसीह ने उस महिला को जिस प्रकार देखा, ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മെ കർത്താവ് ഇന്ന് പകൽ നോക്കുകയാണ്. ये पवित्र आराधना में भाग लेने वाले हम में से प्रत्येक जन को प्रभु यीशु आज देख रहा है। ആരെ കാണുന്നതിന് വേണ്ടിയാണ് യേശു നോക്കുന്നത്? किसको यीशु मसीह किसको देखने के लिए यीशु दृष्टि कर रहा है? എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയല്ല കർത്താവ് നോക്കുന്നത്. हर एक व्यक्ति को देखने के लिए यीशु दृष्टि नहीं कर रहा है। യേശുവിന്റെ നോട്ടത്തിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. यीशु मसीह देखने का, दृष्टि करने का एक उद्देश्य है। യേശുവിന്റെ നോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. यीशु मसीह के दृष्टि में एक खासियत है। വിശ്വാസം പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിച്ച് विश्वास को कर्मों के द्वारा प्रकट करके പ്രവൃത്തിയാൽ വിശ്വാസത്തെ പൂർണ്ണമാക്കി മാറ്റുന്നവരെ കാണുവാൻ യേശു ഇന്ന് പകൽ നോക്കുകയാണ്. कर्म के द्वारा अपना विश्वास को जो कोई सिद्धता में लाना चाहता है यीशु उनको देखना चाहता है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ആ ഭാഗം നാം പഠിക്കുമ്പോൾ उस भाग को जब हम पढ़ते हैं നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, हम इस प्रकार देख सकते हैं, നീണ്ട 12 വർഷമായി രോഗബാധിതയായിരുന്ന ഈ ഒരു സ്ത്രീ पिछले 12 वर्षों से इस बीमारी से ग्रसित महिला അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുവാൻ തക്കവണ്ണമിടയായി. यीशु मसीह के बारे में उसने चर्चा सुनी। നോക്കുക, 12 വർഷമായി കാലപ്പഴക്കം ചെന്ന ഒരു രോഗത്തിന്റെ ഉടമയായിരിക്കുന്ന സ്ത്രീ. यहाँ पर ये स्त्री के बारे में कहते हैं 12 वर्षों से वो बीमार थी, वो बीमारी पुरानी हो चुकी थी। ഇവൾ ഈ ശരീരത്തിൽ രോഗം അനുഭവിക്കേണ്ടി വന്നത് നിമിത്തമായി इस शरीर में बीमारी से ग्रसित होने के कारण അവളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 4 മേഖലകൾ തകർന്നു പോകുവാനിടയായി. उसके जीवन के 4 क्षेत्रों में क्षति आई है। 4 പ്രധാനപ്പെട്ട മേഖലയിൽ ആ സ്ത്രീ തകർന്നു പോകുവാനിടയായി. उस महिला अपने जीवन के 4 मुख्य क्षेत्रों में क्षतिग्रस्त हो गई। ഒന്ന്, അവൾ ശാരീരികമായി തകർക്കപ്പെട്ടു. सबसे पहले वो शारीरिक रूप से कमजोर हो गई। 2, അവൾ മാനസികമായി തകർക്കപ്പെടുവാനിടയായി. दूसरा वो मानसिक रूप से कमजोर हो गई। 3, അവൾ ആരോഗ്യപരമായി തകർക്കപ്പെട്ടു. तीसरी बात है वो तंदुरुस्ती में
कमजोर हो गई। 4 അവൾ സാമ്പത്തികമായി തകർക്കപ്പെടുവാനിടയായി. चौथी बात है वो अपने आर्थिक रूप से कमजोर हो गई। നോക്കുക, ജീവിതത്തിലെ 4 മേഖലയിൽ ഒരുപോലെ തകർക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഈ സ്ത്രീ. ये महिला जीवन के 4 क्षेत्रों में एक समान क्षतिग्रस्त एक महिला। ഇന്ന് പകൽ ഇതുപോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു മേഖലകൾക്കകത്ത് തകർക്കപ്പെട്ടവരായി ഉടയപ്പെട്ടവരായിരിക്കുന്നവർ ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ട്. इसके अंदर ऐसे लोग बैठे हैं, एक क्षेत्र में नगी गए, दूसरे क्षेत्रों में टूटे हुए लोग। ഒന്നുകിൽ നിങ്ങൾ ശാരീരികമായി ഉടയപ്പെട്ടവരാകാം, हो सकता है शारीरिक रूप से आप कमजोर हो चुके होंगे, മാനസികമായി തകർന്നവരാകാം, मानसिक रूप से टूट गए होंगे, ആരോഗ്യപരമായി തകർന്നവരാകാം, आपका तंदुरुस्ती में क्षति आए होंगे, സാമ്പത്തികമായി തകർന്നവരാകാം. आर्थिक रूप से आप कमजोर पड़ गए होंगे। ഏതു മേഖലയിലാണോ നിങ്ങൾ തകർക്കപ്പെട്ടത്, किस क्षेत्र में आप टूट चुके हैं, ഇന്ന് പകൽ ആ തകർച്ചയോടുകൂടെ നിങ്ങൾ മടങ്ങേണ്ടി വരികയില്ല. आज वो टूटापन के साथ आपको वापस जाने की जरूरत नहीं है। അതേ നിലവാരത്തിൽ ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരികയില്ല. उसी टूटापन के साथ वापस जाने की जरूरत नहीं है। നിങ്ങൾ തകർക്കപ്പെട്ട മേഖലകൾക്കകത്ത് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. आपके टूटे हुए क्षेत्रों को बदल करके आपको पूर्ण करने के लिए सामर्थ्य एक व्यक्ति यहाँ पर आ चुका है। അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. उनका नाम है प्रभु यीशु मसीह। അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. उनका नाम है प्रभु यीशु मसीह। ഹല്ലേലൂയ, हालेलुया, बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय, ഹല്ലേലൂയ. हालेलुया। അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുവാനിടയായി. वो महिला यीशु मसीह के बारे में चर्चा सुनी, യേശുവിനെ കുറിച്ചുള്ള സംസാരം അവൾ കേൾക്കുവാനിടയായി. यीशु मसीह के बारे में चर्चा उसने सुन लिया। ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ये महिला यीशु मसीह के बारे में चर्चा सुनने के लिए പറയുന്നവരെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകണം. इसके सामने जिन्होंने भी बात किया होगा यीशु के बारे में बात किया होगा। പറയുന്നവരെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇവൾ യേശുവിനെ കുറിച്ച് കേൾക്കാനിടയായത്. जो जिन्होंने भी बात किया यीशु मसीह के बारे में बात किया तभी तो ये महिला यीशु के बारे में सुनी है। അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ അവിടെ നിന്നൊരു ദൂത് നിങ്ങളോട് കൈമാറുന്നു. यहाँ से एक संदेश मैं आपको देना चाहता हूँ। പറയുന്നവരെല്ലാം യേശുവിനെ കുറിച്ച് പറയട്ടെ. जो कोई बात करना चाहे वो यीशु के बारे में बात करे। പ്രസംഗിക്കുന്നവരെല്ലാം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കട്ടെ. प्रचार करने के लिए जो चाहता है वो यीशु के बारे में प्रचार करे। പാടുന്നവരെല്ലാം യേശുവിനെ കുറിച്ച് പാടട്ടെ. जो गीत गाना चाहे वो यीशु के बारे में गीत गाए। എന്തുകൊണ്ടെന്നാൽ യേശുവിനെ കേൾക്കാൻ ഒരു വലിയ സമൂഹം പുറത്തു നിൽക്കുകയാണ്. उसका कारण है यीशु मसीह के बारे में सुनने के लिए एक बहुत बड़ा झुंड बाहर खड़े हैं। ഹല്ലേലൂയ. हालेलुया। ഈ തലമുറയിൽ യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ, യേശുവിനെ കുറിച്ച് പാടുവാൻ നിങ്ങൾ തയ്യാറായാൽ നമ്മുടെ പട്ടണം യേശുവിനെ കുറിച്ച് കേൾക്കുവാനിടയാകും. यदि इस जमाने में आप यीशु मसीह के बारे में कहने के लिए तैयार हो जाएंगे हमारी जमाना यीशु को सुनेंगे। അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയാൻ നിയോഗിക്കപ്പെട്ടവർ യേശുവിനെ കുറിച്ച് പറയട്ടെ. इसलिए यीशु के बारे में कहने के लिए जिन्होंने बुलाहट पाया है वो यीशु के बारे में कहते फिरे। ഹല്ലേലൂയ. हालेलुया। യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവർ ആദരം തുറന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കട്ടെ. यीशु मसीह के बारे में प्रचार करने के लिए अभिषेक मिले हुए लोग मुंह खोल करके यीशु के बारे में प्रचार करते फिरे। യേശുവിനെ കുറിച്ച് പാടുവാൻ നിയോഗം ലഭിച്ചവർ ശബ്ദമുയർത്തി യേശുവിനെ കുറിച്ച് പാടട്ടെ. यीशु मसीह के बारे में गाने के लिए जिनको प्रभु ने नियुक्त किया गया है वो लोग आवाज उठाकर यीशु के बारे में गाए। ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം യേശുവിനെ കുറിച്ച് കേൾക്കുവാനിടയാകട്ടെ. ये अंत के दिनों में हमारा भारत वर्ष यीशु मसीह के बारे में सुन जाए। ഇനിയും ആയിരങ്ങൾ ആയിരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. हजारों हजारों लोग अब छुटकारा पाते जाए। ദൈവത്തിന്റെ രാജ്യം ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ. परमेश्वर का राज्य आत्माओं से भर जाए। പിശാചിന്റെ പാളയങ്ങൾ ശൂന്യമായി മാറട്ടെ. शैतान के चावड़ियां खाली हो जाए। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മുടെ
ഈ പട്ടണം യേശുവിനെ അറിയട്ടെ. ये शहर यीशु को जाने. എന്തുകൊണ്ടെന്നാൽ क्यों? യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. यीशु मसीह के बिना कोई उद्धार करता नहीं. അവൻ രക്ഷകനായ ദൈവമാണ്. वो उद्धार करने वाला परमेश्वर है. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. वो चंगाई देने वाला परमेश्वर അവൻ है. ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. आज भी चमत्कार का परमेश्वर है वो. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. आज भी यीशु जीवित परमेश्वर है. ഹല്ലേലൂയ. हालेलुया. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. विश्वास करने वाले ताली बजा करके परमेश्वर को महिमा करें. ഹല്ലേലൂയ. हालेलुया. അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുവാനിടയായി. यीशु मसीह के बारे में उन्होंने चर्चा सुनी. ആ കേട്ട കേൾവി ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ വിശ്വാസമായി രൂപപ്പെടുവാനിടയായി. वो जो सुनी है वो इस महिला के हृदय में विश्वास के रूप धारण कर लिया. അവിടെ ഉള്ളിൽ അത് വിശ്വാസമായി പരിണമിക്കുവാനിടയായി. उसके अंदर वो विश्वास में परिवर्तित हो गए. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? विश्वास क्या है? ബൈബിളിൽ തന്നെ അതിനൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. विश्वास के बारे में बाइबल में उसका एक टिप्पणी है. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. पौलुस इस प्रकार उसका व्याख्या करता है. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है. എബ്രായ ലേഖനം 11:1 പറയുന്നു, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. इब्रानी 11:1 में लिखा है विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है. ആശിക്കുന്നത് എന്താണോ, आप किस बात पर आशा रखते हैं? കാണാത്തത് എന്താണോ, अनदेखी वस्तुएं, അതിനെ കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. उसका प्रमाण है विश्वास. ഒന്നുകൂടെ പറഞ്ഞാൽ, एक और बार कहे, അദൃശ്യ കാര്യങ്ങളെ കാണുവാനുള്ള ഒരുവന്റെ കണ്ണാണ് വിശ്വാസം എന്ന് പറയുന്നത്. अदृश्य वस्तुओं को देखने का एक व्यक्ति की दृष्टि को विश्वास कह सकते हैं. നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എല്ലാം നമുക്ക് കാണാൻ കഴിയില്ല. इन आंखों से, शारीरिक आंखों से सब कुछ हम नहीं देख सकते. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് കാണുവാനായിട്ട് ഒരു പക്ഷെ കഴിഞ്ഞേക്കാം. यहाँ पर प्रचार करने वाले दो लोगों को आप शायद देख सकते हैं. ഇവിടെ ഇരിക്കുന്ന മറ്റ് ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. यहाँ पर जो कुछ भी संगीत के बाजाएं हैं उसको आप देख सकते हैं. ഇവിടെ ഇടവും വലവും ഇരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. आपका दाएं बाएं जो लोग हैं उनको आप देख सकते हैं. എന്നാൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ ഓക്സിജനെ അഥവാ വായുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിയില്ല. पर हमारे जिंदगी के लिए सबसे जरूरी जो ऑक्सीजन यहाँ पर है ऑक्सीजन- उसको इन आंखों से हम देख नहीं पा रहे. ഓക്സിജൻ കാണാൻ കഴിയാത്തത് കൊണ്ട് ഇല്ലെന്നാർക്കും പറയാൻ കഴിയില്ല. ऑक्सीजन को दिखाई नहीं दे पा रहा है इसलिए हम ऑक्सीजन नहीं है कोई नहीं बोल पाएंगे. ഇനി ഇല്ലെന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. यदि कोई कहेंगे वो ऑक्सीजन नहीं है तो उन पर शक करने की जरूरत है. എന്തെങ്കിലും സാരമായ കുഴപ്പം അവർക്കുണ്ടാവും. कुछ ना कुछ गड़बड़ी है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഇനി എന്തിനേറെ പറയുന്നു, നമ്മുടെ മുഖത്ത് എത്രയോ അവയവങ്ങളുണ്ട്. ഈ കഴുത്തിൽ हमारे ये चेहरे पर कितने अंग हैं. നമ്മുടെ കണ്ണിന്റെ തൊട്ടു മുകളിലാണ് പുരികം ഇരിക്കുന്നത്. हमारे आंग के ऊपर है ये आंग के आईब्रो. ഹല്ലേലൂയ. हालेलुया. കണ്ണിന്റെ തൊട്ടു താഴെയാണ് നമുക്ക് നീളം കൂടിയതും കുറഞ്ഞതുമായ മനോഹരമായ മൂക്കുള്ളത്. यहाँ पर आंग के ठीक नीचे किसी का लंबा किसी का मोटा नाक है. ഹല്ലേലൂയ. നമ്മുടെ വായിൽ സുന്ദരമായ പല്ലുകളുണ്ട്. हमारे मुंह के अंदर खूबसूरत दांते हैं. പലർക്കും നീളം കൂടിയതും കുറഞ്ഞതുമായ നല്ല നാവുണ്ട്. ओ अलग अलग प्रकार के लंबाई के जीभ अलग अलग लोगों के पास है. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 50, 40, 30 വർഷങ്ങളൊക്കെയായി നമുക്ക് പ്രായമായിട്ട് ഇതുവരെ കണ്ണുകൊണ്ട് നേരിട്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു അവയവം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? हम 50 साल के हो गए होंगे, 40, 30 साल के हो गए होंगे. आपने अपनी आंख से क्या इन अंगों को कभी देखा है सीधे? ആമേൻ. ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? किसी ने अपना नाक को देखा सीधे? നേരിട്ട് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാ. सीधे यदि किसी ने अपना नाक को देखा है, जीभ को देखा है तो आपको आज इनाम मिलेंगे.
ഹല്ലേലൂയ. ആരുമില്ലെന്ന് വിചാരിക്കുന്നു. यहाँ पर कोई नहीं है. നേരിട്ട് നമ്മുടെ മൂക്ക് കാണാൻ കഴിയാത്ത, നാവ് കാണാൻ കഴിയാത്ത, പല്ല് കാണാൻ കഴിയാത്ത ഒരു കണ്ണാണ് നമുക്കുള്ളത്. और सीधे से दृष्टि करते हुए हमारे आंखों को क्षमता नहीं है हमारी नाक देखने का, हमारा दांत देखने का, हमारा जीव देखने का. ഇത്രയും വർഷങ്ങളായിട്ടും ഈ കണ്ണുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ കാണാൻ പോലും കഴിയാത്ത ഒരു കണ്ണാണ് നമുക്കുള്ളത്. वो इतने साल हो गया, उसके बावजूद भी हमारे शरीर के अंग को भी ठीक तरह से हमारी आंख सीधे तौर पर देख नहीं പിന്നെ सकते. എങ്ങനെയാണ് നമുക്ക് അദൃശ്യനായ ദൈവത്തെ കാണാൻ കഴിയുന്നത്? फिर कैसे हम अदृश्य परमेश्वर को इन आंखों से देख पाएंगे? അത് കാണാൻ ഒരു ദൈവ പൈതലിന് കഴിയണമെന്നുണ്ടെങ്കിൽ, एक परमेश्वर के संतान को परमेश्वर दिखाई देना है तो ആ കണ്ണിന്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. उस आंख का नाम है विश्वास. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. विश्वास करने वाला परमेश्वर का जन परमेश्वर की स्तुति करते रहे. ഹല്ലേലൂയ. हालेलुया. അദൃശ്യമായ കാര്യങ്ങളെ കാണാനുള്ള ഒരുവന്റെ കണ്ണാണ് വിശ്വാസം എന്ന് പറയുന്നത്. अदृश्य वस्तुओं को देखने का एक व्यक्ति का दृष्टि को विश्वास कह सकते हैं. നോക്കുക, ഈ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ കേട്ട കേൾവി വിശ്വാസമായി അങ്കുരിക്കുവാനിടയായി. इस महिला के जीवन में उसने जो कुछ भी सुनी है वो उसका जीवन में विश्वास के रूप में रूपांतरित हो गए. ആ വിശ്വാസം അങ്ങനെ തന്നെ നിലനിർത്താൻ അവൾ താല്പര്യപ്പെട്ടില്ല. उस विश्वास को एक ऐसा ही रखने के लिए उसने नहीं चाहा. ആ വിശ്വാസം അവൾ പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിച്ച് उस विश्वास को उसने अपने अपने कर्म में डाला. പ്രവൃത്തി കൊണ്ട് അവൾ വിശ്വാസത്തെ പൂർണ്ണമാക്കുവാനിടയായി. कर्म के द्वारा उसने विश्वास को सिद्ध किया. ഹല്ലേലൂയ. हालेलुया. ഇനി ഈ സ്ത്രീക്ക് ഉണ്ടായ വിശ്വാസം എന്ന് പറയുന്നത് इस स्त्री का विश्वास के बारे में यदि हम ഒരു कहें, സാധാരണ വിശ്വാസമായിരുന്നില്ല. एक साधारण विश्वास नहीं था. ഒരു സാധാരണ വിശ്വാസമായിരുന്നില്ല. एक साधारण विश्वास नहीं था. അവൾക്കുണ്ടായിരുന്ന വിശ്വാസം ഒരു അസാധാരണ വിശ്വാസമായിരുന്നു. उसका विश्वास एक असाधारण विश्वास था. നമ്മിൽ ബഹുഭൂരിപക്ഷം വരുന്ന ദൈവമക്കൾക്കും हमारे अधिकांश परमेश्वर के लोगों को സാധാരണയുള്ള വിശ്വാസമുണ്ട്. साधारण विश्वास तो है हमारे पास. സാധാരണയുള്ള വിശ്വാസമുള്ളവരാണ്. साधारण विश्वास हम सबके पास है. എന്നാൽ ഇന്നു പകൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, आज पवित्र आत्मा से मैं आपसे पूछना चाहता हूँ, എത്ര പേർക്ക് അസാധാരണമായ ഒരു വിശ്വാസത്തിന്റെ ഉടമകളായി മാറാൻ കഴിയും? आप में से कितने लोग असाधारण विश्वास का मालिक बनना चाहते हैं? ഹല്ലേലൂയ. ഇതുവരെയുള്ള നിങ്ങളുടെ സാധാരണ വിശ്വാസത്തിന്റെ ലെവൽ വിട്ടിട്ട് अभी तक आपका साधारण विश्वास का स्तर को छोड़ के അസാധാരണമായ ഒരു വിശ്വാസത്തിന്റെ ഹൈ ലെവലിലേക്ക് असाधारण विश्वास के ऊंचाई पर നിങ്ങൾ നടന്ന് കയറുവാൻ തയ്യാറായാൽ, यदि आप उसके लिए कदम रखने के लिए तैयार हो जाएंगे तो ഇന്ന് പകൽ ഈ ജൂലൈ മാസം 13-ാം തീയതി ഞായറാഴ്ച ये जुलाई के महीना 13 तारीख इतवार का दिन നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായതൊന്ന് സംഭവിക്കുവാനിടയാകും. आपके जीवन में असाधारण बातों को परमेश्वर घटाएगा. സാധാരണമായി നടക്കുന്നത് എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, यदि आप सोचते हैं साधारण रूप से जो है वो ही मेरा जीवन में हो जाए, ഇപ്പോഴുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ തന്നെ പോയാൽ മതിയാകും. अब जो विश्वास आपके पास है उसी को लेकर के चलते जाइए. എന്നാൽ അതല്ല, पर वो नहीं, എന്റെ ദൈവത്താൽ मेरे परमेश्वर से എന്റെ ജീവിതത്തിനകത്ത്, मेरे जीवन के अंदर, എന്റെ കുടുംബത്തിൽ, मेरे परिवार में, എന്റെ തലമുറകളുടെ മേൽ, मेरे पीढ़ियों पर, എന്റെ സഭയിൽ, मेरी कलीसिया में, ഞാൻ ആയിരിക്കുന്ന എന്റെ പട്ടണത്തിൽ, मेरे शहर में, ഓ എന്റെ മിനിസ്ട്രിയിൽ मेरे सेवकाई में അസാധാരണമായ ചിലത്, असाधारण बातों को, അസാധാരണമായ ചിലത് असाधारण बातों को സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, घटने के लिए यदि आप चाहते हैं तो നിങ്ങൾ ഒരു അസാധാരണ വിശ്വാസത്തിന്റെ ഉടമകളായി മാറാൻ തയ്യാറായാൽ, आप एक असाधारण विश्वास के मालिक बनने के लिए तैयार हो जाएंगे तो പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്, पवित्र आत्मा के प्रेरणा से मैं भविष्यवाणी करना चाहता हूँ। അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേൽ, ऐसा विश्वास करने वाले लोगों के ऊपर ഈ ആരാധന അവസാനിക്കുന്നതിന് മുൻപേ ये आराधना समाप्त होने से पहले അസാധാരണമായ ചിലത് സംഭവിച്ചിരിക്കും. असाधारण कुछ बातें घटेंगे। ഓ ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। അസാധാരണമായത് ചിലത് സംഭവിക്കാം. असाधारण कुछ बातों को होने के लिए അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ എന്നിൽ സംഭവിക്കാം. असाधारण कुछ परमेश्वर का कार्य मेरे जीवन में होने के लिए ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, यदि आप चाहता है तो നിങ്ങൾ അശ്രദ്ധരായിരിക്കാതെ, आप इधर उधर थक करके ना बैठे, നിങ്ങൾ അയോഗ്യരായിരിക്കാതെ, आप अयोग्यता से ना बैठे, സാധാരണ വിശ്വാസത്തിന്റെ ലെവൽ വിട്ടിട്ട് साधारण विश्वास का उस स्तर को छोड़ करके അസാധാരണമായ ഒരു വിശ്വാസത്തിന്റെ ഹൈ ലെവലിലേക്ക്, असाधारण विश्वास के उस ऊंचाई पर നിങ്ങൾ ആത്മാവിൽ ഒന്ന് നടന്നു കയറാൻ തയ്യാറായാൽ, आप आत्मा में चल करके होने के लिए तैयार हो जाएंगे। ഓ ഇന്ന് പകൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. आज दिन के समय पर यहाँ पर कुछ बातें घटेंगे। വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. विश्वास करने वाले परमेश्वर को महिमा दे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഈ സ്ത്രീയിൽ അസാധാരണമായ വിശ്വാസം ഉണ്ടാകുവാനിടയായി. इस बहन के जीवन में असाधारण विश्वास उसको मिला। എന്തുകൊണ്ടാണ് ഞാൻ അസാധാരണ വിശ്വാസം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? यहाँ पर असाधारण विश्वास मैंने क्यों कहा? അതുവരെ യേശു ചെയ്തിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും उस समय तक यीशु मसीह के द्वारा किया गया सभी चमत्कार ഒന്നുകിൽ തന്റെ വാക്കുകൊണ്ട് താൻ സൗഖ്യമാക്കിയിട്ടുണ്ട്, या तो वो अपने शब्दों से चमत्कार किया, അല്ലെങ്കിൽ തന്റെ കരസ്പർശനം കൊണ്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. या तो उसके हाथों से छू करके उन्होंने चंगा किया। അതുവരെ ഒരു രോഗിയും യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന് വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യമായിട്ടില്ല. उस समय तक कोई भी बीमार व्यक्ति यीशु के वस्त्र को छू करके चंगाई को प्राप्त नहीं किए थे। യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യമായ സംഭവം ഈ സംഭവം മാത്രമാണ്. यीशु मसीह के वस्त्र को यदि किसी ने छू करके चंगाई पाया है तो ये एकमात्र घटना है। യേശു മറ്റുള്ളവരെ സൗഖ്യമാക്കിയതുപോലെ यीशु दूसरों को जैसा चंगा किया, താൻ സൗഖ്യമാകുക എന്ന് പറഞ്ഞ് സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നില്ല. चंगाई ऐसा प्रभु करेंगे सोच करके वो महिला वहां पर खड़ी नहीं रही। അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവന്റെ കരസ്പർശനം കൊണ്ട് എന്നെ സൗഖ്യമാക്കട്ടെ എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്നില്ല. यीशु मसीह के पास आकर के यीशु अपने हाथों से छू करके मुझे चंगा करे, उस महिला ने नहीं सोचा। അവൾ ഹൃദയത്തിൽ ചിന്തിച്ചു, ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് നടന്നു ചെന്ന് അവന്റെ വസ്ത്രത്തിൽ സ്പർശിക്കുമെന്ന് അവൾ തീരുമാനിക്കുവാനിടയായി. वो महिला ने इस प्रकार सोच लिया, मैं खुद पैदल चल करके यीशु मसीह के पास जाकर के उसके वस्त्र को छू लूंगी। ഹല്ലേലൂയ. हालेलुया। ഇവിടെ ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തി എന്താണ്? यहाँ पर इस महिला ने कौन सी कार्य को किया? എന്ത് പ്രവൃത്തിയാണ് അവൾ അവിടെ ചെയ്തത്? यहाँ पर किस प्रकार का कार्य इस महिला ने किया? അവൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? उसने क्या कार्य किया आपको मालूम है? യേശുവിന്റെ ചുറ്റും ശിഷ്യന്മാർ നിൽക്കുന്നു. यीशु मसीह के चारों तरफ चेले खड़े हैं। അതുകൂടാതെ വലിയൊരു പുരുഷാരം യേശുവിന്റെ ചുറ്റും നിൽക്കുകയാണ്. उसके अलावा बहुत बड़ी भीड़ यीशु के चारों तरफ है। അവൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് യേശു നിൽക്കുന്ന ഇടത്തേക്ക് എത്തുക എന്ന് പറയുന്നത് जिस स्थान पर वो खड़ी है वहां से यीशु मसीह तक पहुंचने के लिए ഒരു നിസ്സാരമായ കാര്യമല്ല. एक साधारण बात नहीं थी। വലിയ തിക്കും തിരക്കും അവരുടെ ഇടയിലുണ്ട്. वहां पर धक्का मुक्की कर रहे थे लोग। എന്നാൽ ആ പുരുഷാരത്തിന്റെ വലിപ്പം കണ്ടിട്ട്, ओ भीड़ को देखकर, അവിടെയുള്ള തിരക്കുകൾ കണ്ടിട്ട് वहां का धक्का मुक्की देखकर അവൾ തിരിച്ചു പോകാൻ തയ്യാറായില്ല. वो वापस जाने के लिए तैयार नहीं हो गई। അവൾ നിന്ന ഇടത്ത് നിന്ന് യേശു നിൽക്കുന്ന ഇടത്തേക്ക് അവൾ നടക്കാൻ തുടങ്ങി. जहां पर वो खड़ी थी वहां से जहां यीशु है वहां को चलने लगी। ആ പുരുഷാരത്തിന്റെ ഇടയിലൂടെ തിക്കും
തിക്കിലും തിരക്കിലൂടെ അവൾ നടന്ന് നടന്ന് യേശുവിന്റെ അടുക്കലേക്ക് നടക്കാൻ തുടങ്ങി. वो भीड़ के बीच में से चल करके वो यीशु मसीह तक पहुंचने लगी. അവിടെ ഉള്ളിൽ വ്യാപരിച്ച വിശ്വാസം അവൾ പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിക്കാൻ തുടങ്ങി. उसके हृदय के अंदर जो विश्वास था उस विश्वास को उसने कर्म में डाल दिया. അവൾ നടന്ന് 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 യേശുവിന്റെ അടുക്കലെത്തി. वो चल करके यीशु के पास पहुंची. അവൾ നടന്ന് നടന്ന് യേശുവിന്റെ അടുക്കൽ എത്തിയതിനു ശേഷം जैसा यीशु मसीह के पास पहुंचने के बाद അവൾ തന്റെ കൈ നീട്ടി യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുവാനിടയായി. उसने अपने हाथ को बढ़ा करके यीशु मसीह का वस्त्र को छू लिया. അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ यीशु मसीह का वस्त्र को जैसा उसने छुआ അവളിൽ ഉണ്ടായിരുന്ന വിശ്വാസം പ്രവൃത്തിയിൽ വ്യാപരിപ്പിച്ച് उसका जो विश्वास है उसको कर्म में डालकर ആ വിശ്വാസത്തെ അവൾ പ്രവൃത്തിയാൽ പൂർണ്ണമാക്കി മാറ്റിയപ്പോൾ उस विश्वास को उसने कर्म के द्वारा सिद्धता में ला दिया. കഴിഞ്ഞ 12 വർഷമായി കാലപ്പഴക്കം ചെന്ന അവളുടെ പ്രശ്നത്തെ उस समय उसके 12 साल पुरानी वो बीमारी അവളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ആരോഗ്യപരമായും തകർത്ത് കളഞ്ഞ ആ പ്രശ്നത്തെ उसको शारीरिक रूप से मानसिक रूप से तंदुरुस्ती का रूप से आर्थिक रूप से जिसको क्षतिग्रस्त किया हुआ वो बीमारी യേശു അവിടെ വെച്ച് സൗഖ്യമാക്കുവാനിടയായി. यीशु मसीह वहीं पर उसको चंगा किया. കാലപ്പഴക്കം ചെന്ന പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കപ്പെടുവാനിടയായി. पुराना उसकी तकलीफ वहीं पर खत्म हो गए. കഴിഞ്ഞ 12 വർഷമായി അവളുടെ ജീവിതത്തെ ആകമാനം ഉടച്ചു കളഞ്ഞ पिछले 12 वर्ष से उसके जिंदगी को पूरी तरह से तोड़ने वाली സമൂഹത്തിൽ നിന്ന് അവളെ മാറ്റി നിർത്തിയതായ समाज से उसको अलग करके रखे हुए അവളെ കുടുംബത്തെ ആകമാനം തകർത്ത് കളഞ്ഞതായ उसका परिवार को पूरी तरफ से तोड़ दिया हुआ 12 വർഷമായി അനുഭവിച്ചു വന്ന ആ പ്രശ്നം 12 साल की वो परेशानी അവൾ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിച്ച് उसका विश्वास कर्म के द्वारा प्रकट करके പ്രവൃത്തിയാൽ വിശ്വാസത്തെ പൂർണ്ണമാക്കിയപ്പോൾ उसने कर्म के द्वारा अपने विश्वास को जो पूर्णता में लाए 12 സെക്കൻഡിനുള്ളിൽ അവിടെ പരിഹരിക്കപ്പെടുവാനിടയായി. 12 सेकंड के अंदर उसका समस्या का समाधान हो गया. ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया. ഇത് പകൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാണ്? आज दिन में कितने लोग विश्वास करने के लिए तैयार हैं? നിങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിക്കാൻ നിങ്ങൾ റെഡിയാണോ? आपका विश्वास को आप अपने कर्मों के द्वारा प्रकट करने के लिए तैयार है? നിങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തിയാൽ നിങ്ങൾ പൂർണ്ണമാക്കാൻ തയ്യാറാണോ? आपका विश्वास को अपने कर्म के द्वारा सिद्ध करने के लिए क्या आप तैयार हैं? ഇന്ന് പകൽ വിശ്വാസ പ്രവൃത്തിയാൽ വിശ്വാസത്തെ പൂർണ്ണമാക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ आज विश्वास को कर्म के द्वारा सिद्ध करने के लिए आप तैयार है तो കാലപ്പഴക്കം ചെന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് പകൽ ഇവിടെ പരിഹരിക്കപ്പെടുവാൻ പോകുകയാണ്. आपके जीवन के पुराने बातों को भी परमेश्वर आज सुधारने के लिए तैयार है. കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ട് സൗഖ്യമാകാതിരുന്ന വിഷയം पिछले 12 साल से चंगाई नहीं मिला हुआ ആ बातें വഴിവക്കിൽ വെച്ച് 12 സെക്കൻഡിനുള്ളിൽ യേശു പരിഹരിപ്പാനിടയായി. मार्ग के किनारे में 12 सेकंड के अंदर यीशु ने समस्या का समाधान दिया. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? आज कितने लोग इस बात पर विश्वास कर पाएंगे? എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? कितने लोग आत्मा में प्रभु की स्तुति कर सकते हैं? നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ, മൊബൈൽ, ബാഗ് എല്ലാം ഒന്ന് ഇരിപ്പിടങ്ങളിലേക്ക് വെച്ച് അനന്തരമായി आपके बाइबल, आपके मोबाइल, आपके बैग सब जहां पर आप बैठे गए वहां रखिए. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാലും आप अपने शरीर को, अपने हाथ को आजाद करके थोड़ा समय प्रभु की स्तुति कीजिए. ആത്മാവിന്റെ നിറവിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാലും आत्मा में हम थोड़ी देर परमेश्वर की आराधना करने जा रहे हैं.